എല്ലാവർക്കും നമസ്കാരം. വിവാൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസി ഇൻ UK എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പലവർക്കും കുറേ ഡൗട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രഗ്നൻസി ഇൻ UK എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ പ്രഗ്നൻസി ത്രൂ ഔട്ട് UK-ലായതുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് മെയിനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ത്യയിൽ നിന്ന് UK-ലോട്ട് പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടതായ മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് GP രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. GP രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ മാപ്പിൽ നിയർ ബൈ GP എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാ നമ്മുടെ അടുത്തുള്ള GP എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ GPയിൽ നമ്മൾ ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ഓഫ്ലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് 1 or 2 ഡേയ്സിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ 1 or 2 ഡേയ്സിനുള്ളിൽ ഇന്നപോലെ നമ്മൾ GPയിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയും. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്, GP രജിസ്ട്രേഷൻ. അതിന് ശേഷം ഉള്ളതാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് കൺഫർമേഷൻ. പ്രഗ്നൻസി കിറ്റ് വഴി നമ്മൾ പ്രഗ്നൻസി കൺഫർമേഷൻ ചെയ്യും. എന്നിട്ട് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ GPയിലോട്ട് പോയിട്ട് ഇൻഫോം ചെയ്യും. അപ്പോൾ ഒരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഹോസ്പിറ്റൽ റെഫർ ചെയ്ത് തരും. ആ റെഫർ ചെയ്ത ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് സിസ്റ്റമാണ്. UK-ലൊക്കെ ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം അപ്പോയിൻമെൻറ്റ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ഡിലേ ആണ്. അതുകൊണ്ട് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ നോക്കാനാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ അവർ ഇതേപോലെ ഹോസ്പിറ്റൽ നമുക്ക് അസൈൻ ചെയ്ത് തരും. അസൈൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ദിവസം നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ മിഡ് വൈഫിനെ അസൈൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് മിഡ് വൈഫ് എന്നുള്ളത്. പലർക്കും അറിയില്ല എന്താ മിഡ് വൈഫ് എന്നുള്ളത്. അറിയുന്നവരാണെങ്കിൽ ഓക്കെ, അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ മിഡ് വൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി ത്രൂ ഔട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പേഴ്സണാണ് മിഡ് വൈഫ് എന്ന് പറയുന്നത്. എനിക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള മിഡ് വൈഫായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, നമ്മളെ ഭയങ്കരമായിട്ട് കംഫേർട്ട് ചെയ്യുന്ന ഒരു മിഡ് വൈഫായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ മിഡ് വൈഫിൻ്റെ പേര് ഫായെ കന്നഡി എന്നായിരുന്നു. നല്ലൊരു ലേഡി ആയിരുന്നു ഫായെ എന്ന് പറയുന്നത്. ഇപ്പോഴും ഞങ്ങൾ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് മിഡ് വൈഫിനെ അസൈൻ ചെയ്ത് തരും. മിഡ് വൈഫ് നമുക്ക് മന്ത്ലി ചെക്കപ്പിന് അപ്പോയിൻമെൻറ്റ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ എന്നിട്ട് മന്ത്ലി പോയിട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ മിഡ് വൈഫ് നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടാക്കും. പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ തന്നെ നടക്കുന്ന പ്രൊസീജിയേഴ്സാണ് ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ് ആണെങ്കിൽ 3rd month സ്കാനിങ് ഉണ്ടാവും. പിന്നെന്താ 5th month സ്കാനിങ് ഉണ്ടാവും, 7th month സ്കാനിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു സ്കാനിങ്. പക്ഷേ എനിക്ക് ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണ്. പിന്നെ അതേപോലെ ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്, ബേബി മൂവിങ് ആണോ, മൂവ്മെൻറ്റ് കറക്റ്റാണോ, എല്ലാം ശരിയാണോ, അങ്ങനെ കുറേ ഡൗട്ടുള്ള കാരണം എനിക്ക് എല്ലാ മന്തും സ്കാനിങ് ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, എൻ്റെ മിഡ് വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് അവൾ പറഞ്ഞു ഇങ്ങനെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, അപ്പം നീ കംഫർട്ടബിൾ ആവുമല്ലോ, അതുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ മന്തും എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. ഞാനൊരു അപ്പോയിൻമെൻറ്റ്സും ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. അവരെപ്പോഴും പറയാറുണ്ട് അത്. അങ്ങനെ ഇതാണ് മെയിനായിട്ട് ഈ പ്രഗ്നൻസീൻ്റെ അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ. അവിടെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നോക്കുന്നത് മിഡ് വൈഫാണ്. ഡോക്ടേഴ്സിന് കൺസൾട്ടേഷൻ വളരെ കുറവാണ്. എനിക്ക് തൈറോയിഡ് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ. അതുകൊണ്ട് എനിക്ക് ഡോക്ടറിനെ ഒരു തവണ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡെലിവറി ടൈം എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റാണ്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റാണ്. നാട്ടിൽ ഈ എൻസ്യൂട്ട് സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കില്ല, നമ്മൾ റൂമിലായിരിക്കും, നമ്മുടെ പാർട്ട്ണർ കൂടെ ഉണ്ടാവും. അങ്ങനെയായിരിക്കും പ്രഗ്നൻസി ഡെലിവറി ഉണ്ടാവുക. ഇതാണ് മെയിനായിട്ട് പ്രഗ്നൻസീൻ്റെ കാര്യങ്ങൾ.
ഉള്ളത് UK-ൽ. അത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ അവിടെ ആകെ കൺസിഡറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാകെ പ്രഗ്നൻസി, ഡെലിവറി ഈ കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് കൺസിഡറേഷൻ കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പ്രഗ്നൻസിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.